ഇരിഞ്ഞാലക്കുട കോണത്തുകുന്നുള്ള ഒരു വീട്. ഇതൊരു പുതിയ വീടാണെന്ന് ചോദിച്ചാൽ പുതിയ വീടാണ്, എന്നാൽ ഇതൊരു പഴയ വീടായിരുന്നു. ലാൻഡ്സ്കേപ്പ് തൊട്ട് വീടിൻ്റെ ഇൻറ്റീരിയർ വരെ ഗംഭീരമായിട്ട് മാറ്റിമറിച്ച ഒരു വീട് തന്നെയാണിത്. അപ്പോൾ ഈ വീട് ആരാണ് ചെയ്തിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തൃശ്ശൂരുള്ള RR ബിൽഡേഴ്സാണ്. RR ബിൽഡേഴ്സിൻ്റെ രതീഷ് മുബാറക് അല്ലേ? വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. അപ്പം ഇതാണ് നമ്മുടെ ഒരു പുതിയൊരു റിനോവേഷൻ പ്രോജക്റ്റ് ആണല്ലേ? റീസെന്റ് കംപ്ലീറ്റ് ചെയ്തതാണ്. 2 ആഴ്ചത്തോളം ആയിട്ടുള്ളൂ കയറി താമസിച്ചിട്ട്. അപ്പൊ നമുക്ക് ഈ ലാൻഡ്സ്കേപ്പ് തൊട്ട് കണ്ടെങ്കിൽ തുടങ്ങാം. ഈ ലാൻഡ്സ്കേപ്പ് ഒക്കെ നിങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്? ഒപ്പം അതിനു മുമ്പ് ഈ വീടിന്റെ മുൻപത്തെ അവസ്ഥ എന്തായിരുന്നുള്ളൂ എന്ന് നോക്കുന്നത് നന്നായിരിക്കും. ഇതപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണിക്കാം. ഇതായിരുന്നു ഈ വീടിന്റെ പഴയ അവസ്ഥ. ഈ പഴയ അവസ്ഥ എന്നല്ല, പഴയ രൂപം ഇതായിരുന്നു. അതിനെയാണ് നമ്മൾ മാറ്റിമറിച്ചതല്ലേ? എത്ര നാളത്തെ പണി കൊണ്ടാണ്? നമുക്കൊരു 12 months കംപ്ലീറ്റ് ചെയ്തു. ഒരു കൊല്ലം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തെടുത്തു. എത്ര സ്ക്വയർ ഫീറ്റ് ആയിരുന്നു ആദ്യത്തെ വീട് ഉണ്ടായിരുന്നത്? ആദ്യത്തെ വീട് അറൗണ്ട് ഒരു 1200 അടുത്ത്, 1200 സ്ക്വയർ ഫീറ്റ് വീടായിരുന്നു അല്ലേ? ഓക്കെ. ഇപ്പൊ വരുമ്പോൾ 3300 സ്ക്വയർ ഫീറ്റ് വരുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ ലാൻഡ്സ്കേപ്പിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള അറേഞ്ച് ചെയ്തിട്ടുള്ള പ്ലോട്ടാണ്. അപ്പം ഒരു ഗ്രീൻ സ്പേസ് വേണമെങ്കിൽ അത് അങ്ങനെ, കുറച്ച് സ്റ്റോൺ ഏരിയ ആണെങ്കിൽ അങ്ങനെ, എല്ലാം കൃത്യമായ ഇടവേളകളിൽ ഗ്രീൻ സ്പേസും സിറ്റിംഗ് സ്പേസും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഒരു പാർക്ക് മോഡൽ തന്നെ ഗാർഡൻ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ റിനോവേഷന്റെ ഭാഗം തന്നെയായിട്ടാണ് വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത് റിനോവേഷൻ ചെയ്ത് പഴയ വീട് മാറ്റി പുതിയ വീട് പണിയാതെ റിനോവേഷൻ എന്നുള്ള ഒരു കൺസെപ്റ്റിലോട്ട് എങ്ങനെയാണ്? ക്ലയന്റ് ഫുള്ളായിട്ട് ഡിമോളിഷ് ചെയ്ത് ചെയ്യാന്നാ പറഞ്ഞിരുന്നത്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ നല്ലൊരു സ്ട്രക്ചർ ആയിരുന്നു. അപ്പൊ ആ സ്ട്രക്ചറിനെ നിലനിർത്തിയിട്ട് അപ്പൊ അത്ര അഡീഷണൽ ഏരിയ നമുക്ക് കൂടുതൽ കിട്ടി. ആ സ്ട്രക്ചറിനെ നിലനിർത്തിയിട്ട് ബാക്കിയുള്ളത് റിനോവേറ്റ് ചെയ്ത് പുതിയൊരു ട്രെൻഡിലേക്ക് മാറ്റി. ഇപ്പം ഇങ്ങോട്ട് നടക്കുകയാണെങ്കിൽ തന്നെ ഈ ലാൻഡ്സ്കേപ്പ് വെറൈറ്റി ആയിട്ട് പലയിടത്തായിട്ട് പ്ലാനർ ബോക്സുകൾ പോലെ സെറ്റ് ചെയ്തിരിക്കുന്നത്, പല പ്ലാന്റ്സ് മിക്സ് ചെയ്താണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? വഴിയിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ട് മാറിയിട്ടാണ് നമ്മുടെ വീട്. പെട്ടെന്ന് അടുത്തോട്ട് നിൽക്കുന്ന അല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് വീടിന്റെ ഭംഗി മൊത്തത്തിൽ നിന്ന് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഈ പ്ലോട്ട് ഇങ്ങനെയല്ലായിരുന്നു. അപ്പൊ അത് എൻ്റെ ഒരു നിർബന്ധപ്രകാരമാണ് ഇതൊക്കെ ക്ലയന്റ് ഇത്രയും സപ്പോർട്ട് ചെയ്തത്. ഇപ്പൊ പണിത് കഴിഞ്ഞപ്പോ ഇത്രയൊന്നും വിചാരിച്ചില്ല. കാരണം വെച്ചാൽ ക്ലയന്റ് ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പോൾ ഞാൻ ഈ ലാൻഡ്സ്കേപ്പ് ഇങ്ങനെ വേണം, വീട് ഇന്നതായിരിക്കണം എന്ന് എൻ്റെ നിർബന്ധം കൂടി ആയപ്പോൾ അത് സക്സസ് ആയി. ആള് ഹാപ്പിയാണ്, രസമായി. ഇപ്പൊ സൈഡിലൊക്കെ നമ്മൾ കുറെ ബാംബൂസ് ഒക്കെ ഒരു പ്ലാന്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ട്രോപ്പിക്കൽ സ്റ്റൈലിലേക്ക് കൊണ്ടുവരണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കുറച്ചുകൂടെ കഴിയുമ്പോൾ അതങ്ങനെ കംപ്ലീറ്റ് ആവും. നാട്ടുമാങ്ങയാണോ നിൽക്കണ മുറ്റത്ത്? അത് നാട്ടുമാങ്ങ. പഴുത്ത് നിൽക്കുകയാണ് നാട്ടുമാങ്ങയൊക്കെ. അടിപൊളി. അതിൻ്റെ ഒരു ഐശ്വര്യം ഇല്ലല്ലോ വീടിന് മുറ്റത്ത്. അപ്പോൾ സിറ്റ് ഔട്ടിലേക്ക് നമ്മൾ കയറി. വളരെ സിമ്പിൾ ആയിട്ടുള്ള സിറ്റ് ഔട്ട് ആണ്. ഒരു ബെഞ്ച് മാത്രം ചെയ്തിട്ടുള്ളൂ. പിന്നെ പ്ലാന്റർ ബോക്സുകൾ, ഷൂ റാക്ക് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ റൈറ്റ് സൈഡിൽ പോർച്ച് വരുന്നു. ഒരു നോർമൽ രീതിയിലുള്ള ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ പഴയ സ്ട്രക്ചർ തന്നെയാണ്. പോർച്ചും സിറ്റ് ഔട്ടും ലിവിംഗ് ഒക്കെ പഴയ തന്നെയാണ്. ജിതിൻ പ്രവിത ദമ്പതികളുടെ ശിവദം എന്ന വീടാണിത്. അപ്പൊ ഇതാണ് നമ്മുടെ വീട്ടുകാർ കേട്ടോ. നിങ്ങൾ 3 പേരാണോ? ഞങ്ങൾ 3 പേരാണ്. എന്താ പേര്? ശിവാനന്ദ്. ഒന്ന് കൺഫ്യൂഷൻ അടിച്ചു. പുള്ളിയുടെ പേരാണോ ശിവദം? അങ്ങനല്ല, ശിവഭക്തനാണ്. ഒരു ശിവന്റെ ഒരു പ്രസാദം എന്ന രീതിയിൽ ശിവദം അങ്ങനെ ഇട്ടാണല്ലേ? പ്രവാസിയാണ്? പ്രവാസിയാണ്. ഇപ്പൊ ലീവിന് വന്നാണോ? ലീവിന് വേണ്ടി പാലയാച്ചിലിന് വേണ്ടി വന്ന. അപ്പൊ പാലയാച്ചിലിനെ കഴിഞ്ഞ് ലീവ് കഴിയാറായി. എന്തായാലും പോയേ പറ്റുള്ളൂ. അപ്പം എങ്ങനെയുണ്ട്? നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതൊരു റിനോവേഷൻ പ്രൊജക്റ്റ് ആയിട്ട് പഴയ വീട് നിലനിർത്തി ചെയ്തത്? പുതിയൊരു വീട് പണിയുമ്പോൾ എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ ആഗ്രഹങ്ങൾ, കൺസെപ്റ്റുകൾ? അതൊക്കെ ഒത്തു വന്നോ? ഒരു 100% ഒത്തു വന്നിട്ടുണ്ട്. നമ്മൾ സാറ്റിസ്ഫൈ ആണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഇപ്പം നമ്മൾ 3D കണ്ടിരുന്നു, പ്ലാൻ കണ്ടു. പക്ഷെ ഇത് എന്താവും നമുക്കൊരു അറിയില്ലായിരുന്നു. പക്ഷെ എല്ലാതും ആ 3D കണ്ട പോലെ തന്നെയായി. ആദ്യമായിട്ടല്ലോ ജീവിതത്തിൽ ആകെ വല്ലപ്പോഴും ഒരു വീടല്ലേ പണിയാൻ. അതന്നെ, നമുക്ക് ടെൻഷനായിരുന്നു. അതായത് എങ്ങനെയാവും. അപ്പോൾ പക്ഷെ എല്ലാം ഒത്തൊരുങ്ങി ഓക്കെ, നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. പ്രവിത മാഡം, എങ്ങനെയുണ്ട് വീട്? നല്ലതാണ്. അങ്ങനെ ആസ്വദിച്ച് തുടങ്ങിയുള്ളൂ അല്ലേ? താമസം തുടങ്ങിയുള്ളൂ, ആസ്വദിച്ച് തുടങ്ങിയുള്ളൂ. ഒരുപാട് നമ്മള് ഉദ്ദേശിച്ച പോലെയൊക്കെ വന്നിട്ടുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാ വീട്ടിലെ? നിന്റെ റൂം തന്നെയാണ്? അവിടുന്ന് പുറത്തിറങ്ങൂല? പിന്നെ നിന്റെ സൈക്ലിംഗ് ഏരിയ സൈക്കിളൊക്കെ ചവിട്ടുമ്പോൾ സ്ഥലമുണ്ടല്ലേ? ഇഷ്ടംപോലെ സ്ഥലം കൊടുത്തിട്ടുണ്ടല്ലോ. ലാൻഡ്സ്കേപ്പ് ചുറ്റിലും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ലിവിംഗ് സ്പേസ്. ഡബിൾ ഹൈറ്റിലാണ്
ഡബിൾ ഹൈറ്റ് വേണം നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പൊ ഒരു കൺജഷൻ ഫീൽ ചെയ്യില്ല. ഇല്ല. പിന്നെ ഇവിടെ നമുക്ക് പഴയ വീടിന്റെ ഇവിടെ സ്ലാബ് ആയിരുന്നു. ആ സ്ലാബ് നമ്മൾ കട്ട് ചെയ്തിട്ടാണ് ഡബിൾ ഹൈറ്റിലേക്ക് കൊണ്ടുവന്നത്. പൊന്തിച്ചു. ഇപ്പൊ കുറച്ചൊരു വിശാലത കിട്ടി. ഒരു ചൂടൊന്നും അധികം ഫീൽ ചെയ്യില്ല. പിന്നെ കയറി വരുമ്പോ തന്നെ ഒരു സ്പേസ്, വലിയൊരു സ്പേസിലോട്ട് ഫീൽ തോന്നും. ഇപ്പം ഇവിടെ ആണെങ്കിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു കോർണർ സോഫ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ബാക്കിലെ വാൾ ആണെങ്കിൽ സിമെന്റ് ആണോ? ഇത് സിമെന്റ് ടെക്സ്ചർ ആണ്. ഇതൊരു ചാർക്കോൾ പാനലാണ്. ചാർക്കോൾ പാനലും സിമെന്റ് ഫിനിഷും ആയിട്ടുള്ള 2 വാൾ കോമ്പിനേഷൻ മെർജ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ. അപ്പൊ വെന്റിലേഷൻ ആണെങ്കിൽ നമുക്ക് ഡോറ് കഴിഞ്ഞാൽ ഒരു വിൻഡോ, അതിന് മുകളിൽ ഒരു വിൻഡോ സ്പേസും കൊടുത്തിട്ടുണ്ട്. അപ്പം ഇഷ്ടംപോലെ വെന്റിലേഷൻ, വെളിച്ചം. ഇവിടെ നാച്ചുറൽ ലൈറ്റ് വേണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പൊ മാക്സിമം നാച്ചുറൽ ലൈറ്റിനുള്ള വെന്റിലേഷൻ ചെയ്തിട്ടുണ്ട്. കയറി വരുമ്പോൾ തന്നെ നമുക്ക് വേറൊരു പൂജാ സ്പേസ് കൂടെ കാണാൻ പറ്റുന്നുണ്ട്. അത് കുറച്ചൊരു ഹൈഡ് ചെയ്തിട്ടുള്ള ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. TV യൂണിറ്റ് വരുന്നുണ്ട്. അവിടെ ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടാണ് പിന്നെ അങ്ങോട്ടേക്ക് കൊടുത്തിട്ടുള്ളത്. ഇതിപ്പോ ക്ലോസ്ഡ് അല്ല ഈ TV യൂണിറ്റ് വരുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വെന്റിലേഷൻ കിട്ടുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഡൈനിങ് സ്പേസ് വരുന്നു. ഒരു വലിയൊരു 6 പേർക്കൊക്കെ ഇരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡൈനിങ് സ്പേസ്. പിന്നെ നമുക്ക് ഒരു ചെറിയൊരു മിനി കോർട്ട്യാർഡ് പോലെ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇവിടെ ഇരിക്കാം അല്ലേ? അവിടെ ഇരിക്കാം. ഒരു റീഡിംഗ് ഏരിയ ആയിട്ട് വേണമെങ്കിൽ ലൈബ്രറി ഭാവിയിലൂടെ സെറ്റ് ചെയ്യാൻ പറ്റും. 2 പേർക്കൊക്കെ ഇരിക്കാം. ചർച്ചകളിലൊക്കെ സജീവമായിട്ട് പങ്കെടുക്കാം. അങ്ങനെ രീതിയിലുള്ള ഒരു ഇടമാണ്. ഒരു പ്ലാറ്റ്ഫോം താഴെ കൊടുത്തിരിക്കുന്നത്. ഒരു ഫ്ലോറിൽ താഴ്ത്താൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ താഴ്ത്തി ചെയ്ത് തന്നെയാണ്, അല്ലെങ്കിൽ ഫ്ലാറ്റ് ആയിട്ട് അങ്ങനെ കിടക്കുമായിരുന്നു. ലെവൽ വേണ്ട, ഒരു സെപ്പറേറ്റ് ഒരു കോർട്ട്യാർഡ് ഫീൽ കിട്ടണം പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഓക്കെ. അപ്പം പിന്നെയുള്ള നമുക്ക് കിച്ചൺ ഇതിന്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് വരുന്നത്. കിച്ചൺ ഒരു ഐലൻഡ് ടൈപ്പ് കിച്ചൺ ആണ്. ഐലൻഡ് ടൈപ്പ് ആണ്. ഓപ്പൺ കിച്ചൺ ആണ്. ഇത് ഓപ്പൺ കിച്ചൺ എന്ന് പറയുമ്പോൾ ഒരു വെറൈറ്റി കിച്ചൺ ആണ്. ഇങ്ങനെ ഒരു ഏരിയ കൊടുത്തിരിക്കുക അല്ലേ? അപ്പൊ ഒരു കൗണ്ടർ പോലെ, ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ പോലെയോ ഒക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കമ്മ്യൂണിക്കേഷനും അല്ലേ? ഇവിടുന്ന് ഫുഡ് എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് കൊടുക്കാം. ഇവിടെ നിന്നുള്ള ഈ വളഞ്ഞു ചുറ്റി പോകുന്ന പരിപാടി ഒന്നും വേണ്ടല്ലോ അല്ലേ? ശരിക്കും എൻട്രൻസ് എന്ന് പറഞ്ഞാൽ കിച്ചണിലേക്ക് ഇതാണ് എൻട്രൻസ്. കിച്ചൺ ഐലൻഡ് കിച്ചൺ ആണ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റിൽ പഴയതെന്ന് പറഞ്ഞാൽ ഇവിടെ ചെറിയൊരു പാർട്ടീഷൻ ഉണ്ടായിരുന്നു. ഇത് വർക്ക് ഏരിയ, പിന്നെ ഒരു പുകയില്ലാത്തടുപ്പ് അങ്ങനെയായിരുന്നു. അത് നമ്മൾ ഡിമോളിഷ് ചെയ്തിട്ട് ഇത്ര വലിയൊരു കിച്ചണാക്കി കൺവേർട്ട് ചെയ്തെടുത്തു. സാധാരണ ഒരു അടുക്കളയായിരുന്നു അല്ലേ? റൂഫ് ഹൈറ്റ് കുറവായിരുന്നു. ആ റൂഫ് നമ്മള് ഹൈറ്റ് കൂട്ടി ചെയ്തതാ. ഓക്കെ. ഇവിടെ ഐലൻഡ് കിച്ചന്റെ മുകളിലൊക്കെ ആണെങ്കിൽ രസകരമായിട്ടുള്ള ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഐലൻഡിന്റെ മുകളിലൊരു എലമെന്റ് കൊടുത്തു. ഈ കിച്ചന്റെ ഭംഗി നന്നായിട്ട് കൂട്ടുന്നുണ്ട്. ഇവിടേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഇഷ്ടംപോലെ സ്റ്റോറേജ് സ്പേസുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു കളർ ടോൺ ഇഷ്ടപ്പെട്ടു. ഒരു ബ്ലൂ ടോൺ വരുന്നുണ്ട്. ഇവിടെ മുകളിലാണെങ്കിലും ഇല്ലേ ഇഷ്ടംപോലെ ഷെൽഫുകൾ, സ്റ്റോറേജ് കുറെ കൊടുത്തിട്ടുണ്ട്. കൊള്ളാം. ബാക്കി യൂണിറ്റുകളെല്ലാം ഇവിടെ വന്നിരിക്കുന്നത്. ഫ്രിഡ്ജ്, ഓവൻ, ടോൾ യൂണിറ്റ് ഇത് കസ്റ്റമൈസ് ചെയ്തിട്ടില്ല. ഗ്ലാസ് ഏരിയ ആയിട്ട് നിങ്ങൾ തന്നെ ചെയ്തതാണോ? ഓക്കെ. ഇത് പിന്നെ വർക്ക് ഏരിയ പുറകിലോട്ട് വന്നിരിക്കുന്നല്ലേ? യെസ്. ഇപ്പൊ നമ്മൾ ഈ ഓപ്പൺ കിച്ചൺ എന്ന് പറയുമ്പോഴും അതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ നിങ്ങൾ വേണ്ട എന്തെങ്കിലും സാധനം എടുത്താൽ നമുക്ക് ഇവിടെ തന്നെ സെർവ് ചെയ്യാൻ പറ്റും. ടേബിളിലേക്ക് ഈസി ആണല്ലേ? വെന്റിലേഷൻ കിട്ടും. നാച്ചുറൽ ലൈറ്റ് ഉണ്ടല്ലോ, ഭംഗിയായിട്ടുണ്ട്. എടുത്തത് തിരിച്ചു വരല്ലേ, ചേച്ചി ഓടിക്കും. നമ്മുടെ ഡൈനിങ് സ്പേസിന് ഇപ്പുറത്താണ് നമ്മുടെ ഒരു ഏരിയ ഉണ്ട്, വാഷ് ഏരിയ. അത് എല്ലാവരും നോക്കുന്ന ഇടമാണ്. കാരണം അതിന്റെ ബാക്കിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ഇത് നാച്ചുറൽ ക്ലേ ടൈലാണ്, ക്ലാഡിങ് പോലെ കൊടുത്തിരിക്കുകയാണ്. അതൊരു ഭംഗിയുണ്ട് കേട്ടോ. ഒപ്പം മിററും അത് ചെയ്യുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതാണ് മാസ്റ്റർ ബെഡ്റൂമിലേക്ക് സ്വാഗതം. ഇങ്ങോട്ട് കയറി വന്നപ്പോൾ കുറേ കാര്യങ്ങളുണ്ട് കാണാൻ. ഇവിടെ തുറക്കണം. നമുക്ക് ബെഡ് സ്പേസ് ഇതാ അവിടെ വന്നിരിക്കുന്നു. ബെഡ് സ്പേസിന് തൊട്ട് പുറകിൽ ഒരു വെന്റിലേഷൻ സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പാഷ്യൂലേക്ക് ഒരു ബേ വിൻഡോ ചെയ്തിട്ടുണ്ട്. പാഷ്യൂലേക്ക് അപ്പോൾ അവിടെയാണ് ഇതൊരു ബേ വിൻഡോ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇതെന്താണ്? ഇതൊരു ബേ വിൻഡോ കൺസെപ്റ്റിൽ ഡിസൈൻ ചെയ്തു. പോർട്ടബിൾ ആണോ? ഇതെടുത്ത് മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. സിറ്റിംഗ് സ്പേസ്, ഒരു ഉച്ചമയക്കുന്നതൊക്കെ പറ്റിയിട്ടുള്ള ഒരു ജസ്റ്റ് ഒന്ന് ഇരിക്കാം. അതിനിടയിൽ ചെറിയ സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഏരിയ ആണ്. ശരിക്കും ബേ വിൻഡോന്റെ ഫലം ചെയ്യും. ഒരു സ്റ്റഡി ഏരിയ ഇവിടെ വന്നിരിക്കുന്നു. ഇപ്പൊ വാൾ പാനലിംഗ് ആണോ ഇത്? വുഡൻ പാനലിംഗ്, ചാർക്കോൾ പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. മുകളിലും ചെറിയൊരു സ്റ്റഡി ഏരിയക്ക് പറ്റിയിട്ടുള്ള സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വാർഡ്രോബ് സ്പേസ്, വാർഡ്രോബ് സ്ലൈഡിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ കണ്ടുവരുന്ന ഒരു രീതിയാണ് ഡ്രസ്സിംഗ് ഏരിയ സെപ്പറേറ്റ് കൊടുക്കുന്ന ഒരു പരിപാടി.
അപ്പം അവിടെ ഒരു ഡ്രസ്സിംഗ് സ്പേസ് വന്നിട്ടുണ്ട്. ഡ്രസ്സിംഗ് സ്പേസ് ഒരു ഫുൾ ലെങ്ത് മിറർ ചെയ്തിട്ടുണ്ട്. അതിന്റെ ബാക്കിലെ പാനലിംഗ് ആണെങ്കിൽ നമ്മൾ അവിടെ കണ്ടിട്ടുള്ള അതേ തീമിൽ തന്നെ വന്നിരിക്കുന്നത്. അത് പ്രൈവസി കിട്ടുന്ന ഒരിടം തന്നെയാണ് ഡ്രസ്സിംഗ് സ്പേസ്. അതിനോട് ചേർന്ന് തന്നെയാണ് വാഷ്റൂം വന്നിരിക്കുന്നത്. മുകളിലേക്ക് പോലെ കമോൺ എവരിബഡി സ്റ്റെയർ കയറി മുകളിലേക്ക് നമ്മൾ പോവാണ്. പോകുന്ന വഴിക്കൊക്കെ വെന്റിലേഷൻസ് കാണാൻ പറ്റും. ഈ ലാൻഡിംഗ് ഏരിയന്റെ ഇവിടെയൊക്കെ അത്യാവശ്യം വെളിച്ചം കൊണ്ടുവരുന്ന പാർട്ടുകൾ നമുക്ക് പുറമേ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. മാക്സിമം വിൻഡോസ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. മാക്സിമം വിൻഡോസ്. നമ്മൾ മുകളിലേക്ക് കയറി പോകുമ്പോഴാണ് 1-2 ഫോട്ടോസ് ശ്രദ്ധിച്ചത്. വീട്ടുകാരത്തെ ഒരു നർത്തകി കൂടി ഉണ്ട്. അത് നമ്മൾ മുകളിലേക്ക് കയറി വാവ് അപ്പർ ലിവിംഗ്. അപ്പോൾ അവിടെ ഒരു നമ്മളിവിടെ റിക്ലൈനർ സോഫകൾ വെച്ചിട്ട് ചെയ്തിരിക്കുന്ന ഒരു അപ്പർ ലിവിംഗ് ആണ്. 4 പേർക്ക് സുഖമായിട്ടിരുന്ന് TV കാണാൻ പറ്റും. ഇവിടെ ഉണ്ട് TV ഉണ്ട്. ഒരു പ്രൈവറ്റ് ഏരിയ എന്ന് പറയുന്നത്. അതെ, പ്രൈവറ്റ് ഏരിയ, എക്സ്ട്രീം പ്രൈവറ്റ് ഏരിയ ആണ്. ഇവിടേക്ക് നമ്മുടെ ഫാമിലി വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ കയറി വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ലിവിംഗ് സ്പേസിലും ഈ TV യൂണിറ്റ് അല്ലാതെ കൊടുത്തിരിക്കുന്ന ഒരു അയൺ ടേബിൾ ആണ്. ഫോൾഡബിൾ ആണ്. അങ്ങനെ സെറ്റായി. കുറച്ചുകൂടെ സ്ഥലം വേണമെന്നൊന്നും അതങ്ങോട്ട് വെച്ചാണ്. മുകളിൽ നമ്മൾ 2 ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഇവിടുന്ന് നമുക്ക് താഴോട്ട് ആക്സസ് ഉണ്ട്. താഴേക്ക് നോക്കാം, ലിവിംഗിലേക്ക് നോക്കാം. അതുപോലെ തന്നെ സിറ്റ് ഔട്ടിലേക്ക് നമുക്കൊരു കാഴ്ച കിട്ടും. അങ്ങനെ മൊത്തത്തിൽ രസമുള്ളൊരു സ്ഥലമാണ്. ഹാങ്ങിങ് ലൈറ്റ് രസമായിട്ടുണ്ട്. വലിയൊരു മാസീവ് ഏരിയ കവർ ചെയ്ത് പോകുന്ന രീതിയിൽ. ഇതിന്റെ സെലക്ഷൻ ഒക്കെ നിങ്ങൾ തന്നെയാണോ? ഏറ്റവും സെറ്റ് കാര്യങ്ങൾ നിങ്ങൾ തന്നെയാണ്? ക്ലയന്റ് ഇവിടെ ഉണ്ടായിരുന്നില്ല, അബ്രോഡ് ആയിരുന്നു. അപ്പൊ എല്ലാം ഞാൻ ഫോട്ടോ മറ്റേ വാട്സപ്പ് വഴി കൊടുത്ത് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഓഹോ, ഓക്കെ ഓക്കെ. മുകളിലത്തെ മുറി അല്ലേ? ഇതാണ് ഈ വീട്ടിന്റെ മെയിൻ ബെഡ്റൂം. മാസ്റ്റർ ബെഡ്റൂം ഇതാണ്. ഓക്കെ ഓക്കെ, ഫൈൻ. അപ്പോൾ മാസ്റ്റർ ബെഡ്റൂമിൽ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്? മാസ്റ്റർ ബെഡ്റൂമില് ഒരു ബേ വിൻഡോ വരുന്നുണ്ട്, വാർഡ്രോബ്, ഒരു ഗ്രീൻ ടച്ചാണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് ശരിക്കും ബേ വിൻഡോ ആയിട്ട് വന്നിരിക്കുന്നത്. ഇതൊരു സോഫ കം ബേ വിൻഡോ എന്ന് പറയാം അല്ലേ? ചാരി ഇരിക്കാം, അവിടെയും കിടക്കാം വേണമെങ്കിൽ. ഇഷ്ടംപോലെ സ്റ്റോറേജ് സ്പേസുകൾ അവിടെ വന്നിരിക്കുന്നത്. അതിനോട് തീമിനോട് ചേർന്ന് തന്നെ നമ്മുടെ വാർഡ്രോബ് സ്പേസിന്റെ അതും വന്നിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം ഒരു യൂണിറ്റ് ആയിട്ട് നമുക്ക് പരിഗണിക്കാം. ഒരു സിംഗിൾ ഭാഗത്തായിട്ട് വന്നിരിക്കുന്നു. സ്റ്റഡി ഏരിയ ഇങ്ങനെ വന്നിരിക്കുന്നു. കൊള്ളാം. ഇതെല്ലാം ഒറ്റ പീസാണോ? അതെ. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇത് സെപ്പറേറ്റ് ആക്കാം. ഒന്നിച്ച് ഒരു യൂണിറ്റ് പോലെ സെറ്റ് ചെയ്തെന്ന് മാത്രം. കൊള്ളാം. ഹോട്ട് സ്പേസും ചില ഫീച്ചേഴ്സ് ഉള്ള ഒരു സംഗതിയാണെന്ന് തോന്നുന്നല്ലോ. ഇതൊരു വെൽവെറ്റ് ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. ബാക്കിൽ നമ്മളൊരു ടെക്സ്ചർ ഫിനിഷ് കൊടുത്തിരുന്നത്. അവിടുത്തെ വാളും ഒരു ഗ്രീൻ ഫീലിൽ തന്നെയാണ് പോയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഫീൽ മുകളിൽ സീലിംഗിലും കൊടുത്തിട്ടുണ്ട്. കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ വന്നിരിക്കുന്നു. അങ്ങനെ ഒരു ഇടമാണ്. നമ്മുടെ ബെഡ് സ്പേസ് വന്നിരിക്കുന്നത്. സൈഡ് ടേബിളുകളും ആ ഗ്രീൻ ഫീലിൽ തന്നെ വന്നിരിക്കുന്നു. ഒരു ഗ്രീൻ ടച്ച് ആണ്. അതെ. അതുപോലെ നമ്മൾ താഴെ കണ്ടതുപോലെ തന്നെയുള്ള ഒരു ഡ്രസ്സിംഗ് ഏരിയ, സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. പ്രൈവസി കിട്ടുന്ന രീതിയിൽ നമുക്ക് ഡ്രസ് ചേഞ്ചിങ്ങിനും അത്യാവശ്യം മേക്കപ്പ് പരിപാടികളും. അതെ, ഇത് തന്നെ ഒരു റൂമിൽ വലിപ്പം. നൈസ്. ഈ ബെഡ്റൂമിന് നമുക്ക് ഡയറക്റ്റ് ഒരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബാൽക്കണി സ്പേസ് വരുന്നത്. അതെ, വലിയൊരു ബാൽക്കണിയാണ്. പിന്നെ ഒരു ഓപ്പൺ ഏരിയ വരുന്നുണ്ട്. അതെങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ പോവാണ്. ഫുൾ ഫ്രണ്ട് വ്യൂ ഉള്ളത്. അവിടെ ഒരു ബെഡ്റൂമാണ്. ആ ബെഡ്റൂമിന്റെ ബാൽക്കണിയാണ്. ഇതിങ്ങനെ കണക്റ്റഡ് ആണ്. ഓക്കെ. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു കണക്ഷൻ കിട്ടും. പിന്നെ അത്യാവശ്യം കുറച്ച് ആളുകളൊക്കെ അധികം വരുമ്പോഴൊക്കെ സ്പെൻഡ് ചെയ്യാനും മിനി പാർട്ടി വേണമെങ്കിൽ ചെയ്യാം. അതെ. അങ്ങനെയുള്ള പ്രൈവറ്റ് ഇടങ്ങളും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. 4ാമത്തെ ബെഡ്റൂം. ബെഡ്റൂം കിഡ്സ് റൂമാണ്. അതെ, സ്വാഭാവികമായിട്ടും ഞാൻ എങ്ങനെ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ താഴെ ഒരു സ്കേറ്റിംഗ് ഇതുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പം ഇതാണ് കിഡ്സ് ബെഡ്റൂം വരുന്നത്. കുറച്ച് ലൈറ്റ് കളറാണ് കൊടുത്തിരിക്കുന്നത്. ഒരു കർവ്ഡ് ആയിട്ടുള്ള കുറച്ച് ഡിസൈൻ പാറ്റേൺ പലയിടങ്ങളിലായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നുണ്ട്. ഇപ്പം വാർഡ്രോബ് സ്പേസിലാണെങ്കിലും വാൾ പെയിന്റിങ്ങിലാണെങ്കിലും ഈവൻ ഡോറിലാണെങ്കിൽ പോലും ഒരു കോമ്പിനേഷൻ കൊടുത്തിട്ടുള്ള. അതെ, മിററൊക്കെ ആണെങ്കിലും അങ്ങനെ തന്നെ വന്നിരിക്കുന്നത്. കർവ്ഡ് ആയിട്ടുള്ള സ്റ്റൈലാണ് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടുന്ന് ബാൽക്കണിയിലേക്ക് കടക്കാം. ഈ വിൻഡോ ഓപ്പൺ ചെയ്താൽ നമുക്ക് അങ്ങോട്ട് ആക്സസ് ഉണ്ട്. ഇത് ജനലല്ല, ഇപ്പം ജനൽ കം ഡോർ എന്ന് പറയില്ലേ, ഡോർ കം വിൻഡോ. ഇതിപ്പോ ഈ ജനൽ കണ്ടാ പറയില്ലേ, ഇതിലെ തുറന്നിട്ട് ഒരു ഡോറോടെ കൊടുത്തിട്ടുണ്ടല്ലേ. ഇത് തുറന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. നമ്മൾ അവിടെ കണ്ട ബാൽക്കണിയിലേക്ക് ആക്സസ് കിട്ടുന്ന രീതിയിൽ അത് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക. ഇത് ഈ ഗ്രില്ല് അകത്തോട്ട് തുറക്കുന്ന പുറത്തേക്ക് വേണം. നോർമൽ യൂഷ്വലി നമുക്കിവിടെ ഒരു ബാത്റൂം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ വീട്ടിലെ ബെഡ്റൂമുകൾ വരുന്നത്. ഓക്കെ. അപ്പോൾ വീട് മുഴുവൻ നമ്മൾ കണ്ടു കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ശിവരത്തിൽ നിന്ന് നമ്മൾ ഇറങ്ങി. ഇതിന് ബ്രോ ഇനി എത്ര ദിവസം ഉണ്ട്? ദിവസങ്ങളുള്ളൂ. ആണോ? അപ്പൊ അതിനുള്ളിൽ മൊത്തത്തിൽ ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വേണം പോകാനായിട്ട്. കുറച്ച് നല്ല ഓർമ്മകളൊക്കെ വെച്ച് വീണ്ടും തിരിച്ചു വരണം. അപ്പോഴത്തേക്കും കാണാനായിട്ടും വളരാനായിട്ടും കുറെ ചെടികൾ ബാക്കിയുണ്ടല്ലേ? ഒന്ന് കുറച്ചുകൂടെ ട്രോപ്പിക്കൽ സ്റ്റൈലിലോട്ട് മാറണം. അതെ, തീർച്ചയായും. അപ്പൊ എന്തായാലും ആ കൺസെപ്റ്റ് ഒരു റിനോവേഷൻ പ്രോജക്റ്റ് അതിന്റെ ഏറ്റവും ഭംഗിയായ രീതിയിൽ തന്നെ ചെയ്തിട്ടുള്ള RR ബിൽഡേഴ്സ് ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടുണ്ട്, നല്ല വർക്കാണ്. അപ്പം ഈ വീട്ടിൽ കുറേ കാലം അടിപൊളിയായിട്ട് സെറ്റായിട്ട് പോകാൻ പറ്റട്ടെ കേട്ടോ. സന്തോഷം. താങ്ക് യു സോ മച്ച്. അപ്പം
ഈ റിനോവേഷൻ പ്രോജക്റ്റിനെ പറ്റി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, ഈ വീടിനെ പറ്റി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരുടെ കോൺടാക്ട് നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. RR ബിൽഡേഴ്സ്, തൃശ്ശൂരിൽ നമ്മുടെ ഓഫീസ്, തൃശ്ശൂരാണ്, വിളിക്കാവുന്നതാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ എന്തായാലും ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെടുന്ന ഷെയർ ചെയ്യാം കേട്ടോ. അപ്പം ശിവദം RR ബിൽഡേഴ്സ് ഒരു ബൈ പറഞ്ഞേരെ. ബൈ.